അസ്സലാമു അലൈക്കും. തസ്ബീഹ് എന്നാൽ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലാണ്. സുബ്ഹാനല്ലാ എന്ന് പറയുന്നതിലൂടെ അള്ളാഹു എല്ലാ കുറവുകളിൽ നിന്നും പരിശുദ്ധനാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇതോടൊപ്പം അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാ തുടങ്ങിയ ദിക്റുകളും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ അമൂല്യ നിധികളാണ്. അള്ളാഹുവിന്റെ കൽപ്പനയാണ് ദിക്ർ. അള്ളാഹു ഖുർആനിൽ പറയുന്നു, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുക, അതിനാൽ എന്നും ദിക്റുകൾ പതിവാക്കുക. അത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിനെ ഏറ്റവും പ്രിയങ്കരമായ 4 വാക്യങ്ങളാണ് ഉള്ളത്. ഇവയിൽ ഏത് കൊണ്ട് തുടങ്ങിയാലും നല്ലതാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഒരാൾക്ക് എത്രമാത്രം ദോഷമുണ്ടെങ്കിലും നിസ്കാരത്തിന് ശേഷം 33 പ്രാവശ്യം സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എന്നീ ദിക്റുകൾ ചൊല്ലിയതിനു ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നീ ദിക്ർ ചൊല്ലി 100 തികച്ചാൽ അവന്റെ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടുമെന്ന് ഹദീസുകളിൽ പറയുന്നു. അതുപോലെ തന്നെ ഉച്ചരിക്കാൻ എളുപ്പമുള്ളതും നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിൽ കനം തൂങ്ങുന്നതും പരമകാരുണികന് ഏറ്റവും ഇഷ്ടമുള്ളതുമായ 2 വാക്യങ്ങളാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അർത്ഥം, ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. ഉന്നതനായ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഇത് രാവിലെയും വൈകുന്നേരവും 100 പ്രാവശ്യം വീതം ചൊല്ലിയാൽ അവർ സ്വർഗാവകാശിയാകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരു ദിവസം 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ അവന്റെ പാപങ്ങൾ കടലിലെ നുര പോലെ ഉണ്ടായാലും പൊറുക്കപ്പെടുന്നതാണ്. ഒരിക്കൽ നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠമായ അമലുകളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ ഏറ്റവും ഉത്തമമായ പ്രവൃത്തിയും അള്ളാഹുവിങ്കിൽ ഏറ്റവും പരിശുദ്ധമായതും നിങ്ങളുടെ പദവി ഉയർത്തുന്നതുമായ കാര്യം ഞാൻ അറിയിച്ചു തരട്ടെയോ? അത് അള്ളാഹുവിന്റെ ദിക്ർ തന്നെയാണ്. അതുപോലെ തന്നെ സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ എന്നീ ദിക്റുകൾ സ്വർഗത്തിലെ നിധികളാണ്. ഈ ദിക്റുകൾ പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷേ അതിന്റെ പ്രതിഫലം അത്രയും വലുതാണ്. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, 7 ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളവയും അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തനം ചെയ്യുന്നു. അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തനം ചെയ്യാതെ യാതൊരു വസ്തുവും ഇല്ല. പക്ഷേ അവയുടെ പ്രകീർത്തനം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. അല്ലാഹു തആല പറയുന്നു, അറിയുക, അള്ളാഹുവിന്റെ സ്മരണയിലൂടെയാണ് ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നത്. ഇന്നത്തെ ജീവിതത്തിൽ മാനസിക സമ്മർദ്ദവും ആശങ്കയും വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദിക്റുകൾ ഹൃദയത്തിന് യഥാർത്ഥ ആശ്വാസം നൽകും. ഹദീസിൽ പറയുന്നു, സുബ്ഹാനല്ലാ എന്ന് പറയുന്നതിന്റെ പ്രതിഫലം നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിൽ പകുതിയുണ്ടാവും. എന്നാൽ അൽഹംദുലില്ലാ എന്നതിന്റെ പ്രതിഫലം അതിൽ നിറയെയുണ്ടായിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് യാതൊരു മറയും കൂടാതെ നേർക്കുനേരെ അള്ളാഹുവിന്റെ അടുത്ത് എത്തുന്നതാണ്. ദിക്റുകൾ കൊണ്ട് മനുഷ്യന് വളരെ നേട്ടങ്ങളുണ്ട്. വിവേകമില്ലാത്ത മറ്റു ജീവികൾ അള്ളാഹുവിനെ എപ്പോഴും പ്രകീർത്തനം ചെയ്യുമ്പോൾ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യന് മാത്രം അതിന് സമയം കിട്ടാറില്ല. എന്നാൽ വളരെ എളുപ്പം ആത്മാർത്ഥമായി ചൊല്ലാൻ കഴിയുന്ന ധാരാളം ദിക്റുകളുണ്ട്. അത് നമ്മൾ ഇനിയും ചൊല്ലാൻ വിട്ടുപോകരുത്. വല്ലവനും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിലാണ്. അതുപോലെ മരണസമയത്ത് അവസാനമായി നമ്മുടെ നാവിന്റെ തുമ്പിൽ നിന്ന് മുഴങ്ങേണ്ട വാക്കും ഇതുതന്നെയാണ്. അതിന് അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ.
അങ്ങനെ ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ല എന്ന് ചൊല്ലി മരണപ്പെട്ടാൽ നിശ്ചയം അവൻ സ്വർഗത്തിലാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. നാം ഈ ഭൂലോകത്ത് പിറന്നു വീഴുമ്പോൾ ആദ്യം കേൾക്കുന്നത് അല്ലാഹു അക്ബർ എന്ന തക്ബീറും അവസാനം ചൊല്ലുന്നത് ലാ ഇലാഹ ഇല്ലല്ല എന്ന ദിക്റുമാണ്. അതുകൊണ്ട് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എന്നീ ദിക്റുകൾ ചൊല്ലുക. രാവിലെയും വൈകുന്നേരവും അദ്കാറുകൾ പതിവാക്കുക. യാത്ര ചെയ്യുമ്പോഴും നടക്കുമ്പോഴും ഒഴിവു സമയങ്ങളിലും ദിക്റുകൾ ചൊല്ലുക. കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കും ദിക്റിന്റെ ശീലം വളർത്തിക്കൊടുക്കുക. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും എളുപ്പവും ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഒരു ആരാധനയാണ് അള്ളാഹുവിന്റെ ദിക്ർ. നാവ് എപ്പോഴും അള്ളാഹുവിന്റെ സ്മരണയിൽ മുഴുകിയിരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിന്റെ നാവ് എപ്പോഴും അള്ളാഹുവിന്റെ ദിക്റിൽ നനഞ്ഞുകൊണ്ടിരിക്കട്ടെ. അള്ളാഹു നമ്മളെ ധാരാളമായി അവനെ സ്മരിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ എല്ലാവരുടെയും ദിക്റുകൾ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങൾക്ക് സമാധാനവും പാപമോചനവും നൽകി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. ആമീൻ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കുക. കൂടുതൽ ഇസ്ലാമിക അറിവുകൾക്കായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.